ഫ്രണ്ട്സ്, രണ്ടാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം ഉത്തരം എഴുതിയാൽ മതി. മറിയം രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. അവളുടെ വീട്ടിൽ മനോഹരമായ പൂന്തോട്ടമുണ്ട്. തോട്ടം പരിപാലിക്കുന്നതിനിടയിൽ റോസാപ്പൂവിലിരുന്ന് തേൻ നുകരുന്ന പൂമ്പാറ്റയെ അവൾ കൗതുകത്തോടെ നോക്കി. ചിത്രം വരച്ച് കളർ നൽകാൻ നമുക്ക് അവളെ സഹായിക്കാം. ആക്ടിവിറ്റി 1 ഹയ്യ നുലവ്വിൻ. താഴെ നൽകിയിരിക്കുന്ന ചിത്രത്തിന് നിറം നൽകാൻ നിറത്തിന്റെ പേരുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് കൂട്ടുകാർക്ക് ചിത്രത്തിന് നിറം നൽകിയാൽ മതി. ഏതെല്ലാം നിറത്തിന്റെ പേരുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? അസ്റഖ് ബ്ലൂ നീല, അസ്ഫർ യെല്ലോ മഞ്ഞ, അഹ്മർ റെഡ് ചുവപ്പ്, അഹ്ലർ ഗ്രീൻ പച്ച നിറം. ഈ നിറങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രം കൂട്ടുകാർ പൂർത്തിയാക്കേണ്ടത്. മറിയമിന്റെ പൂന്തോട്ടം കാണാൻ കൂട്ടുകാരൻ അമീൻ അവന്റെ പിതാവിന്റെ കൂടെ വന്നു. മറിയം അവരെ സ്വീകരിച്ചു. ആക്ടിവിറ്റി 2 ഹയ്യ നുകമ്മിൽ. താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭാഷണം പൂർത്തിയാക്കാൻ വേണ്ടി കൂട്ടുകാർക്ക് ഇവിടെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. അവ ഉപയോഗിച്ചാണ് കൂട്ടുകാർ ഈ സംഭാഷണം പൂർത്തിയാക്കേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്ന സൂചനകൾ എന്തെല്ലാമാണ്? അബി എന്റെ ഉപ്പ, ശുക്രൻ നന്ദി, മസാ ഉന്നൂർ ഗുഡ് ഈവനിങ്. ഇനി നമ്മൾക്ക് സംഭാഷണം എന്താണെന്ന് വായിച്ചു നോക്കാം. അമീൻ എന്താണ് പറയുന്നത്? മസാ ഉൽ ഖൈർ ഗുഡ് ഈവനിങ്. അപ്പോൾ മറിയം എന്തായിരിക്കും തിരിച്ചു പറയുക? മസാ ഉന്നൂർ ഗുഡ് ഈവനിങ്. മൻ ഹാദ, ഇതാരാണ്? മറിയം ചോദിക്കുകയാണ് അല്ലേ അമീനിനോട്. അപ്പോൾ അമീൻ എന്തായിരിക്കും മറുപടി പറയുക? ഹാദ ഡാഷ്. അവന്റെ ഉപ്പയുടെ കൂടെയാണ് മറിയമിന്റെ അടുത്തേക്ക് വന്നത് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഹാദ അബി, ഇത് എൻ്റെ ഉപ്പയാണ്. അപ്പോൾ മറിയം എന്താണ് പറയുന്നത്? തഫല്ലൽ, വരൂ. അപ്പോൾ അമീൻ എന്തായിരിക്കും പിന്നീട് തിരിച്ചു പറയുക? ശുക്രൻ, നന്ദി. പിന്നീട് മറിയം എന്താണ് പറയുന്നത്? അഫ്വൻ. മറിയമിന് അവളുടെ തോട്ടത്തിൽ ധാരാളം കൂട്ടുകാർ ഉണ്ടായിരുന്നു. മറിയം അമീനിന് കൂട്ടുകാരെ ഓരോരുത്തരായി പരിചയപ്പെടുത്തി. അവർ ആരൊക്കെയെന്ന് നമുക്ക് കണ്ടെത്താം. ആക്ടിവിറ്റി 3 ഹയ്യ നുകമ്മിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നൽകിയിരിക്കുന്നത്? ഒരു പദപ്രശ്നമാണ് അല്ലേ. പദപ്രശ്നത്തിൽ കുറേ ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ ചിത്രങ്ങൾക്കു നേരെ അവയുടെ പേരുകളാണ് ഉള്ളത്. ആ പേരുകളിൽ കുറച്ച് അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അവ നമ്മളോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ ആരെയെല്ലാമാണ് കൂട്ടുകാർ കാണുന്നത്? ഒരു അണ്ണാനെ കാണുന്നുണ്ട് അല്ലേ. അണ്ണാന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? സിൻജാബ്. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? നോൻ, ജീം. അതാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി ചിത്രത്തിൽ ആരെയാണ് കൂട്ടുകാർ കാണുന്നത്? ഒരു തത്തയെ കാണുന്നുണ്ട് അല്ലേ. തത്തയ്ക്ക് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ബബഗാ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? ബ, ഗൈൻ, അലിഫ്, ഹംസ. അതാണ് നമ്മൾ അവിടെ പൂരിപ്പിച്ച് നൽകേണ്ടത്. ഇനി ചിത്രത്തിൽ കൂട്ടുകാർ ആരെയാണ് കാണുന്നത്? ഒരു നായയാണ് അല്ലേ. നായയ്ക്ക് എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? കെൽബുൻ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? ലാം, ബാ. ഇനി ഏത് ചിത്രമാണ് കൂട്ടുകാർ കാണുന്നത്? ഒരു കുരങ്ങന്റെ ചിത്രം കാണുന്നുണ്ട് അല്ലേ. കുരങ്ങന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഖിർദുൻ. അത് കൂട്ടുകാർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ഇനി ആരെയാണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു കൊക്കിനെ കാണാം അല്ലേ. കൊക്കിന് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ലഖലഖുൻ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? ഖാഫ്, ലാം. ഇനി ആരാണ് ചിത്രത്തിലുള്ളത്? ഒരു കാക്കയാണ് അല്ലേ. കാക്കയ്ക്ക് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ഗുറാബുൻ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? അലിഫ്, ബ. ഇനി രണ്ടാമത്തെ ചോദ്യം ഹയ്യ നക്തബ്. നമ്മൾക്ക് എഴുതാം. താഴെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അവയുടെ പേരുകൾ അതിനു താഴെ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. പദപ്രശ്നത്തിൽ നമ്മൾ കണ്ട ചിത്രങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. അവയുടെ പേരുകൾ കൂട്ടി യോജിപ്പിച്ച് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത്? ഒരു കുരങ്ങാണ് അല്ലേ. കുരങ്ങന് എന്താണ് പറയുന്നത്? ഖിർദുൻ. അടുത്ത ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? ഒരു തത്തയാണ് അല്ലേ. തത്തയ്ക്ക് നമ്മൾ എന്താണ് പറയുന്നത്? ബബഗാഉൻ. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഒരു അണ്ണാനാണ് അല്ലേ. അണ്ണാന് എന്താണ് പറയുന്നത്? സിൻജാബ്.
നാലാമത്തെ ചിത്രത്തിൽ കൂട്ടുകാർ എന്താണ് കാണുന്നത്? ഒരു നായയാണ് അല്ലേ? നായയ്ക്ക് എന്താണ് പറയുന്നത്? കെൽബുൻ. അഞ്ചാമത്തെ ചിത്രത്തിൽ കൂട്ടുകാർ എന്താണ് കാണുന്നത്? ഒരു കാക്കയാണ് അല്ലേ? കാക്കയ്ക്ക് എന്താണ് പറയുന്നത്? ഗുറാബ്. ഇനി ആറാമത്തെ ചിത്രത്തിൽ കൂട്ടുകാർ എന്താണ് കാണുന്നത്? ഒരു കൊക്കാണ് അല്ലേ? കൊക്കിന് എന്താണ് പറയുന്നത്? ലഖലഖുൻ. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ കൂട്ടുകാർ യോജിപ്പിച്ച് എഴുതിയാൽ മതി. വീട്ടിലെത്തിയ അമീൻ കൂട്ടുകാരിയുടെ തോട്ടത്തെക്കുറിച്ച് എഴുതി നോക്കി. നമുക്ക് അവനെ സഹായിക്കാം. ആക്ടിവിറ്റി 4 ഹയ്യ നക്തബ്. നമ്മൾക്ക് എഴുതാം. മറിയമിന്റെ പൂന്തോട്ടമാണ് താഴെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ എന്തെല്ലാമാണോ കാണുന്നത് അവ കൂട്ടുകാരോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം ഇവിടെ കൂട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ഹാദ ബുസ്താൻ. ഇതൊരു പൂന്തോട്ടമാണ്. ഫിൽ ബുസ്താനി ഡാഷ്. എന്തെല്ലാമാണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? നമ്മൾക്കൊന്ന് എഴുതി നോക്കാം. ഫിൽ ബുസ്താനി അർനബ്. പൂന്തോട്ടത്തിൽ മുയലുണ്ട്. ഫിൽ ബുസ്താനി ബത്തുത്തുൻ. പൂന്തോട്ടത്തിൽ താറാവുണ്ട്. ഫിൽ ബുസ്താനി സഹ്റുൻ. പൂന്തോട്ടത്തിൽ പൂവുണ്ട്. ഫിൽ ബുസ്താനി ഖിർദുൻ. പൂന്തോട്ടത്തിൽ കുരങ്ങുണ്ട്. ഫി ഷജറത്തി ബബഗാഉൻ. മരത്തിൽ തത്തയുണ്ട്. ഇനിയുമുണ്ട് അല്ലേ? എന്താണ്? അലൽ ബൈത്തി സിൻജാബുൻ. വീടിനു മുകളിൽ അണ്ണാനുണ്ട്. മറിയമിന്റെ തോട്ടത്തിൽ കണ്ട കാഴ്ചയെക്കുറിച്ച് നമുക്കൊന്ന് പാടി നോക്കാം. ആക്ടിവിറ്റി 5 ഹയ്യ നൻഷിദ്. ഐനൽ ബത്തുതു അഹ്ബാബി തഹ്ത ഷജരി അഹ്ബാബി. താറാവ് എവിടെയാണ് ഉള്ളത് കൂട്ടുകാരെ? മരത്തിന് താഴെയാണ് അല്ലേ? ഇനി അടുത്ത ചിത്രത്തിൽ നോക്കൂ. എന്താണ് കൂട്ടുകാർ കാണുന്നത്? വീടിന് മുകളിലൂടെ ഒരു കൊക്ക് പറന്നു പോവുകയാണ് അല്ലേ? ഇവിടെ എന്താണ് നൽകിയിരിക്കുന്നത്? ഐന ഡാഷ് അഹ്ബാബി ഡാഷ് അൽ ബൈത്തി അഹ്ബാബി. എന്താണ് പറന്നു പോകുന്നത്? കൊക്കാണ് അല്ലേ? കൊക്കിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ലഖലഖുൻ. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? ഐനൽ ലഖലഖു അഹ്ബാബി. വീടിന് മുകളിലൂടെയാണ് അല്ലേ? എങ്ങനെയാണ് അവിടെ പറയേണ്ടത്? ഫൗഖൽ ബൈത്തി അഹ്ബാബി. ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഒരു മരത്തിന് താഴെ ഒരു നായയുണ്ട് അല്ലേ? ഇവിടെ എന്താണ് നൽകിയിരിക്കുന്നത്? ഐനൽ കൽബു ഡാഷ് ഡാഷ് അഹ്ബാബി. എന്താണ് നമ്മൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്? മുകളിലുള്ള വരി പോലെ തന്നെ അവിടെയും പൂരിപ്പിച്ചാൽ മതി. എങ്ങനെയാണ്? ഐനൽ കൽബു അഹ്ബാബി. പിന്നെയോ മരത്തിന് താഴെ എന്നാണ് ഇനി പറയേണ്ടത്. എങ്ങനെയാണ്? തഹ്ത ഷജറത്തി അഹ്ബാബി. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.